നിപ്പ വരുമ്പോൾ കേരളം ഭരിച്ചിരുന്നത് പിണറായിയാണ് എന്ന് പറഞ്ഞ് നിപ്പ കൊണ്ടുവന്നത് പിണറായി അല്ല, ഇല്ലെങ്കിൽ CPM അല്ല. അതുപോലെയാണ് കേരളം ഭരിച്ചിരിക്കുന്നത് ഈ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ, അതായത് ശബരിമലയിൽ കൊള്ള നടക്കുമ്പോൾ ഭരിച്ചിരുന്നത് CPM എന്ന് കരുതിയിട്ട് CPM ആണ് സ്വർണ്ണമൊക്കെ കൊണ്ടുപോയത് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് KK ശൈലജ പറയുന്നത്. എന്ത് ലോജിക്കാണ് എന്നാണ്. ബുദ്ധിയുള്ള ആരും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ എന്ന് ചോദിക്കേണ്ടി വരും. തീർച്ചയായും ശൈലജ ടീച്ചറിനെ സംബന്ധിച്ച് ആ തോൽവിയുടെ ഒരു ആഘാതത്തിൽ നിന്ന് ടീച്ചർ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ആ ഒരു വിഷമം ഉള്ളിൽ അലയടിക്കുന്നുണ്ട്. തൻ്റെതായി പറഞ്ഞു വെച്ചിരുന്ന സീറ്റിൽ പോലും മത്സരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ജയിച്ചേനെ. അപ്പോൾ ആ ഒരു വിഷമം ഉള്ളിൽ കിടക്കുമ്പോഴാണ് താൻ കൂടെ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് ആ ഒരു കൊള്ളയെപ്പറ്റി പറയുകയും ഏതൊക്കെയോ മാധ്യമങ്ങൾ വഴി എല്ലാ മന്ത്രിമാർക്കും അതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ മന്ത്രിമാരെ എല്ലാം ഇനി അന്ന് ഉണ്ടായിരുന്ന മന്ത്രിമാരെയൊക്കെ ഇനി ചോദ്യം ചെയ്യുമെന്നൊക്കെ കേട്ട് കാണുമായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു പ്രതിരോധമായി വന്നത്. പക്ഷേ ഇപ്പോൾ ഈ എടുത്തിട്ട ഈ ഒരു പ്രതിരോധം തന്നെ ശൈലജ ടീച്ചറിന് തന്നെ പണിയാണെന്ന് വേണം പറയാൻ. ഈ ഇടയ്ക്കൊന്ന് വിലപിക്കുന്ന കേട്ടിരുന്നു. നിപ്പ അങ്ങ് ഗ്ലോബലി വരെ ബാക്കിയുള്ള മാധ്യമങ്ങൾ വരെ സമ്മതിച്ചിരുന്നു നിപ്പ ഏറ്റവും കൂടുതൽ കൈകാര്യം മനോഹരമായി ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. പക്ഷെ കേരളത്തിന് സമ്മതിക്കാൻ അത് ബുദ്ധിമുട്ടാണ്. കേരളം മാത്രം എന്നെ നിപ്പ റാണി എന്ന് വിളിച്ച് കളിയാക്കുന്നു. അങ്ങനെ ബാക്കി എല്ലാവരും എന്നെ അംഗീകരിച്ചു. എത്ര മനോഹരമായിട്ടാണ് ആ ഒരു സമയം കൈകാര്യം ചെയ്തതെന്ന്. അതുപോലെയാണ് ഇവരെ നമ്മൾ എന്ത് നല്ലത് ചെയ്തു കഴിഞ്ഞാലും വിഷയമാണ്. കോവിഡ് എത്ര മനോഹരമായിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് സർക്കാർ. അപ്പം ഇങ്ങനെ ഒരു പ്രതിരോധം സൃഷ്ടിക്കുമ്പോൾ ഈ 4 വർഷം മുമ്പ് മനോരമയുടെ ആദ്യ പേജിൽ വന്നൊരു വാർത്തയായിരുന്നു കോവിഡ് കാലത്തെ മരുന്ന് വാങ്ങൽ കോടികളുടെ കള്ളരേഖ. അന്ന് പുറത്തു വന്നതാണ്. അതുപോലെ തന്നെ നിപ്പ ഉള്ള സമയത്ത് നിപ്പയെ വളരെയധികം കൈകാര്യം ചെയ്തു. നിപ്പ അങ്ങ് കോഴിക്കോടായിരുന്നല്ലോ. പക്ഷേ അതിനുശേഷവും ഇവർ ഭരണം മാറിയതിന് ശേഷവും നിപ്പ വരുന്നുണ്ട്. നിപ്പ അവർ തുടങ്ങി വെച്ച കാലം തൊട്ട് ഇവർ ഇരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇത് ഇപ്പോഴും നിപ്പയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിപ്പയുടെ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു കോവിഡ് കാലത്തെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ 2ാം പിണറായി സർക്കാർ വരാനായി തുണച്ചിട്ടുണ്ടായിരുന്നത് നിപ്പ, പ്രളയം, കോവിഡ്. ആ ഒരു പ്രളയത്തിന്റെ കണക്കുകൾ നമ്മളൊന്ന് കേട്ടതാണ്. ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ വന്നതിന്റെ പകുതി മുക്കാലും എങ്ങോട്ടാണ് പോയത് എന്നുള്ളതിൻ്റെയൊക്കെ അത്തരത്തിലുള്ള രീതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങൾ നമ്മൾ കേട്ടതാണ്. പിന്നീടാണ് അവരെ ഏറ്റവും കൂടുതൽ തുണച്ച ഈ കോവിഡ്, ഈ PPT കിറ്റ് ഉൾപ്പെടുന്നത് പർച്ചേസ് കിട്ടിയതിനേക്കാളും ഉൾപ്പെടെ, അല്ലെങ്കിൽ എത്ര ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ അതിലുപരിയുള്ള പൈസകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിലുള്ള പൈസകളാണ് പലരുടെയും കീശയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ ഒന്ന് ആലോചിക്കണം, ഈ നിപ്പ കൊണ്ടുവന്നത് നിങ്ങളല്ല, പക്ഷെ നിപ്പയിലൂടെ ഈ പണം വെട്ടിച്ചത് നിങ്ങളാണ്. കോവിഡ് കൊണ്ടുവന്നത് നിങ്ങളല്ല, പക്ഷെ കോവിഡിലൂടെ എത്ര പണമാണ് വെട്ടിച്ചെടുത്തതെന്നുള്ളത്, ആ പൈസ പോയിട്ടുള്ളത് ഇവരുടെ കീശയിലേക്കാണ്. അതുപോലെ തന്നെ ശബരിമല കൊള്ള നിങ്ങൾ തുടങ്ങി വെച്ചതായിരിക്കത്തില്ല, പക്ഷേ ഈ കൊള്ളയ്ക്ക് ചുക്കാൻ പിടിച്ചതും കൊള്ളയുടെ ഏറ്റവും കൂടുതൽ പങ്ക് പറ്റിയിട്ടുള്ളതും ഈ പത്മകുമാറിനെ പോലുള്ള ആളുകളെ ഈ ഭയപ്പെടുന്നതും CPM ആണ്. അതെന്തുകൊണ്ടാണ് ടീച്ചർ ആലോചിക്കാത്തതെന്നാണ്. അല്ലെങ്കിൽ നിസ്സാരമായിട്ട് പുറത്താക്കാനുള്ള ഒരാളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വരെ ആളുകൾ പറയുന്നു ഇയാളെ സസ്പെൻഡ് ചെയ്തത് മോശമായി പോയി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അയാളെ പുറത്താക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോഴും പത്മകുമാർ പൊട്ടിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ബോംബിൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് പറയുമോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പേര് പറയുമോ, ഇനി ആ പേര് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കും ടീച്ചർ ഇപ്പോൾ വന്ന് പ്രതിരോധിക്കുന്നത്. ഞങ്ങളല്ല കൊണ്ടുവന്നത്. അതിന് ഇത്രയും മികച്ചൊരു ഉപമ വെക്കുമ്പോൾ മലയാളികൾ ഈ വാർത്തകളും കണ്ടതാണ്. നിങ്ങൾ ഇപ്പോൾ ഈ ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ പ്രസിദ്ധീകരിക്കുന്ന ഓരോ മാധ്യമങ്ങളും കോവിഡ് സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലയാള മനോരമയുടെ വാർത്തയാണ് ഞാൻ പറഞ്ഞത്. 4 വർഷം മുമ്പ് ഫ്രണ്ട് കോളത്തിൽ മൊത്തത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് എങ്ങനെയൊക്കെ പൈസ പോയി, കണക്കുകൾ എങ്ങനെയാണ്. അതിനുശേഷം ഈ മുണ്ടക്കയം, ചൂരൽമല, അതാണല്ലോ പിന്നീട് നമ്മൾ കണ്ട പ്രളയത്തിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു കേരളത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടായി. അത്രയധികം ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടു. അതിലും നമ്മൾ കണ്ടതാണ് ഈ ഇല്ലാത്ത ചെലവുകൾ കുത്തിക്കയറ്റുക, കിട്ടിയ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ ഒഴുകിയെത്തിയ സഹായങ്ങളൊക്കെ വെറുതെ ഇട്ട് കളയുക, അത് കൃത്യമായി അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. അതിനകത്തിൽ തന്നെ വോളണ്ടിയേഴ്സിന് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ശവസംസ്കാരത്തിന് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ഭീമൻ തുകകൾ കേട്ട് കഴിഞ്ഞാൽ അന്നേ കേരളം ബോധം കെട്ട് വീണതാണ്. അപ്പം എല്ലാത്തിലും കൃത്യമായി ഈ കീശയിലേക്ക് പണം പോയിട്ടുണ്ട്. അതാണ് പറയുന്നത്. പക്ഷേ ടീച്ചർ ഇപ്പോഴും അവിടെ പേരാവൂര് നിൽക്കുകയാണ്. പേരാവൂരിൽ സണ്ണി ജോസഫിനോട് തോറ്റ ആ ഒരു തോൽവിയുടെ ആഘാതത്തിലാണ് നിൽക്കുന്നത്. ആദ്യത്തെ ആഘാതം വടകരയിലായിരുന്നു. വടകരയിൽ തോറ്റ
അന്നാണ് ഇപ്പോൾ ഈ നിപ്പ റാണി എന്ന് കളിയാക്കൽ പേരുകൾ കൂടുതൽ ശക്തമായത്. അങ്ങനെയാണ്, ചൂരൽ കൊണ്ട് ഒരു ടീച്ചർ ഉണ്ട്, അതുകൊണ്ട് കോവിഡും നിപ്പയൊന്നും ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞാൽ അവരത് അത്ര ആഘോഷപൂർവ്വം വടകരയില് ശൈലജ ടീച്ചറാണ് വാലും മടക്കി ഷാഫി പറമ്പിൽ പോകും എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഈ ലോക്സഭയിൽ അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ വടകര എന്ന് പറയും. ഏത് സഖാക്കളോട് ചോദിച്ചു കഴിഞ്ഞാലും ശൈലജ ടീച്ചർ ജയിക്കും, ബാക്കിയുള്ളവർ തോറ്റു കഴിഞ്ഞാലും. ആ തോൽവിയായിരുന്നു ശൈലജ ടീച്ചറിന് കിട്ടിയ ആദ്യ ആഘാതം എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് അപ്പാടെ അങ്ങ് CPM ഒഴിവാക്കി കളഞ്ഞ ഒരാളാണ് ഈ ഒരു ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ പിന്നെയും പേര് കിട്ടിയത് വീണ ജോർജ് വന്നപ്പോഴാണ്. അപ്പോഴാണ് ടീച്ചറിന് വീണ്ടും ഇതിലും ഭേദം മറ്റേതായിരുന്നു എന്ന് ജനങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ CPMന്റെ തന്നെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ, അവരെ തന്നെ ഈ അണികളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് വീണ ജോർജിന്റെ പ്രവർത്തനം വന്നപ്പോഴാണ് ശൈലജ ടീച്ചറിന് പിന്നെയും എന്തെങ്കിലും ഒരു പേര് വന്നത്. അല്ലാതെ ഇവരുടെ പാർട്ടി തന്നെ അപ്പാട് ഒഴിവാക്കിയിരിക്കുന്ന ഒരാളാണ്. എന്തായിരുന്നു പറഞ്ഞത്? പോയി ജയിച്ച് വേണമെങ്കിൽ സീറ്റ് കൊണ്ടുവന്നോ, അല്ലാതെ മട്ടന്നൂർ എൻ്റെ സീറ്റാണ്, അല്ലെങ്കിൽ ജയസാധ്യതയുള്ള സ്ഥലത്തൊന്നും ഇരുത്താൻ പോകുന്നില്ല. ഇരുന്നിരുന്നെങ്കിൽ അവരിപ്പോൾ ചിലപ്പോൾ MLA ആയേനെ. മട്ടന്നൂർ അവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ശൈലജ ടീച്ചർ MLA ആയേനെ. അത് ഇവരുടെ പാർട്ടിക്ക് താല്പര്യമില്ല, CPMന് താല്പര്യമില്ല. CPMന് ഇങ്ങനെ ഒരു MLA അവരുടെ കൂട്ടത്തിലേക്ക് വരുന്നതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എല്ലാം അധികം. ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവാൻ പിണറായിയേക്കാൾ യോഗ്യയേനെ. ഉറപ്പായിട്ടും കമ്മിറ്റികളിൽ പറഞ്ഞതിന് എന്തായാലും ഇപ്പോൾ ഒന്ന് ആലോചിക്കുക, ശൈലജ ടീച്ചറിനാണ് പിണറായിയെക്കാട്ടിൽ ഭൂരിപക്ഷം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയൊരു വാക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ കമ്മിറ്റികളിൽ ഉയരുകയാണെങ്കിൽ അത് എങ്ങനെ പിണറായിക്ക് സഹിക്കാൻ പറ്റും? ഒന്നാമത് പിണറായിയെക്കാട്ടിൽ മുകളിലേക്ക് വളർന്നു വരുന്ന ഒരു കൊമ്പായിട്ടൊക്കെ ശൈലജ ടീച്ചറിനെ പലരും കണ്ടിരുന്നു. കാരണം ഒരു സർക്കാർ ഉണ്ടാവുന്ന സമയത്ത് ഒരു മന്ത്രിയെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും മികച്ച ആള്. അവരെ ഇവരീ പറഞ്ഞ നിപ്പ ഒരു വിപത്തില്, അല്ലെങ്കിൽ നിപ്പ എന്ന് പറയുന്ന ആ ഒരു വലിയ രോഗത്തില് ഗ്ലോബലി ഇവരെ ഇങ്ങനെ എല്ലാവരും കൺഗ്രാജുലേഷൻ കൊടുത്ത് അഭിനന്ദനങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന സമയത്ത് അന്ന് ഏറ്റവും വേദനിച്ചിട്ടുണ്ടായിരുന്നത് ഇവരുടെ മുഖ്യമന്ത്രിയാണ്. ഇവിടുത്തെ മുഖ്യനെക്കാട്ടിലും ഇവരുടെ ആരോഗ്യമന്ത്രിയെ എല്ലാവരും സ്വീകരിക്കുന്നത് കണ്ട് വിഷമിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ പാർട്ടിക്കുള്ളിൽ ആള് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ഒരു സർക്കാർ ഉണ്ടായപ്പോൾ ഇവരെക്കാട്ടിൽ ഏറ്റവും തോൽവിയായിട്ടുള്ള ഒരാളെ പിടിച്ച് ആരോഗ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൈയില്ലാതെ പോകുന്നു, ആളുകളുടെ കണ്ണടിച്ചു പോകുന്നു. അതുപോലെ തന്നെ ആശുപത്രിയിൽ ഒരു നരക ജീവിതത്തിലേക്ക് കേരളത്തിലെ ആരോഗ്യ മേഖലയെ കൊണ്ട് ഈ സർജറിയുടെ വലിയൊരു കണ്ടെത്തല് ഈ വീണ ജോർജിന്റെ കാലത്താണെന്ന് സംഭവിച്ചത്. അതായത് കത്രിക ഉള്ളിൽ വെച്ച് വിവിധ തുന്നിക്കെട്ടലുകൾ, അത് ഒരിടത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിൽ പല ഉപകരണങ്ങൾ, പിന്നെ സൂചി ഒടിച്ചകത്ത് വയ്ക്കുക, ശരീരത്തിൽ തന്നെ സൂക്ഷിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല കലാപരിപാടികളും ആരോഗ്യ രംഗത്ത് അരങ്ങേറാൻ തുടങ്ങിയത് ആശുപത്രി കെട്ടിടം അപ്പാടെ ഇടിഞ്ഞു വീണു എന്നുള്ളത്. ഈ മാൻഡ്രേക്ക് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഈ രട്ടച്ചങ്ങനെയാണ് പലപ്പോഴും മാൻഡ്രേക്ക് എന്ന് പറയാറുള്ളത്. ആരോഗ്യ മേഖലയ്ക്ക് വന്ന ഒരു മാൻഡ്രേക്ക് ആയിരുന്നു വീണ ജോർജ് എന്ന് പറയുന്നത്. അതിനേക്കാൾ അപ്പുറത്ത് ആദ്യത്തെ മാൻഡ്രേക്ക് ശൈലജ ടീച്ചർ ആയിരുന്നു എന്നതായിട്ട് സംശയമില്ല. കാരണം ഈ പറയുന്ന കോവിഡ് എന്ന് പറയുന്ന ഇതിന് വ്യാജ നിർമ്മിതി ചമയ്ക്കാൻ ശൈലജ ടീച്ചർക്കും അവരുടെ പാർട്ടിക്കും ഒരു പ്രത്യേക കഴിവുണ്ട്. അതായത് വ്യാജ നിർമ്മിതിയായിരുന്നു. കോവിഡിനെ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്ത സർക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ച സംസ്ഥാനങ്ങളൊന്നും കേരളമാണ്. അത്രയേറെ ദുരന്തമായിട്ട് കോവിഡ് മാറിയത് ഈ കേരളത്തിലാണ്. കാരണം കേരളത്തിലാണ് ഏറ്റവും അധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും ഇവരെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇവിടെ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാം, ആ സമയത്ത് ഇലക്ഷൻ ഇപ്പോൾ തോറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന UDF ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞതാണ്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റു, CPM തോറ്റു, പക്ഷെ അവർ തോറ്റു എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. UDFന് ജയിക്കുന്ന വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ CPMനെ തോറ്റു എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വലിയ പാടാണ്. അവർ തന്നെ പറയും, CPM പറയും ഞങ്ങൾ തോറ്റിട്ടൊന്നുമില്ല, അത് ഈ പറയുന്ന ഭൗതിക ശാസ്ത്രത്തിന്റെ അത് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് P രാജീവൊക്കെ പലപ്പോഴും പറയും. അവർക്കും മനസ്സിലാവില്ല, മറ്റുള്ളവർക്കും മനസ്സിലാവില്ല. അതായത് പ്രത്യേക തരത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. അത് എന്നിട്ട് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഇതെന്തോ വലിയ ബൗദ്ധികമായിട്ടുള്ള സാധനമാണ്. ഏറ്റവും ബൗദ്ധികമായിട്ടുള്ള ഒരു ഉൽപ്പന്നം ഒരാളുടെ ശിരസിൽ നിന്ന് തലച്ചോറിൽ നിന്ന് വരുന്നെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കും. എല്ലാവർക്കും മനസ്സിലാകുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും ഒരാളുടെ ഏറ്റവും നൂതനമായിട്ട് വരിക. ഈ ഭരണം മാറിയപ്പോൾ തന്നെ ഓൾറെഡി അവർക്ക് മനസ്സിലായി, കൈവിട്ടു പോയി, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. ഭരണം മാറുക എന്നുള്ളൊരു മണം അടിച്ചപ്പോൾ തന്നെ പലരും പിന്മാറാനൊക്കെ ശ്രമിച്ചു. വീണ ജോർജിന്റെ ഒക്കെ ഭർത്താവ് പറഞ്ഞല്ലേ, വീട്ടിൽ വന്നിരിക്കെ പോവണ്ട, അല്ലെങ്കിൽ ഒഴിവാക്കി തരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി ഈ ഒരു
ശബരിമല കൊള്ളയിൽ അവർ പറയാൻ ബാക്കിയായിട്ടുള്ള ഒരേ ഒരു കാര്യം കൂടെ ഉള്ളൂ, ശബരിമലയിൽ ഈ സ്വർണ്ണമൊക്കെ കട്ടുകൊണ്ടുപോയത് അയ്യപ്പനാണെന്ന്. അയ്യപ്പൻ സ്വന്തമായി വീട്ടിൽ അത് കൊണ്ടുവച്ചതാണ്. മാത്രമല്ല ഇവർ പറയും ശബരിമല എന്ന് പറയുന്നൊരു സാധനം ഇല്ല, ഉള്ള സ്ഥലത്തല്ലേ കൊള്ള നടത്താൻ പറ്റുള്ളൂ. ഇതാ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്ന, ഇതാണ് അവരുടെ ഏറ്റവും മറ്റേ ഗർഭത്തിൻ്റെ കഥ അറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, അതുപോലെയാണിത്. അവസാനം ഗർഭം ഇല്ലാത്ത പാർട്ടിയുടെ അടുത്ത് ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്താ ഗർഭം ഇല്ല, അതിനെ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞ പാർട്ടിയാണ്. അത്രയേ ഉള്ളൂ. അതുപോലെയാണ് സി പി എമ്മിൻ്റെ കഥകളൊക്കെ, ഇത്രയേ ഉള്ളൂ. അതാണ് സി പി എമ്മിൻ്റെ അവസ്ഥ. അവസാനം പറയും അയ്യപ്പന് ശബരിമല അവിടെ ഇല്ല, അങ്ങനെ ഒരു ക്ഷേത്രമേ അവിടെ ഇല്ല. ഈ മിത്തെന്നല്ല, അങ്ങനെ ഒരു ക്ഷേത്രമേ ഇല്ല. നിങ്ങൾ എന്താ പറയുന്നത്, ചരിത്രത്തിൽ അങ്ങനെ ഒരു ക്ഷേത്രം ഇല്ലായിരുന്നു എന്ന് പറയും. അവിടെ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. ശബരിമല അതെന്ത് മല, അങ്ങനെ ഒരു മലയേ ഇല്ല. മറ്റേ സന്ദേശത്തെ പറയില്ല ഹുവ ബീച്ചോ, അതെന്ത് ബീച്ച് എന്ന് ചോദിക്കും പോലെ ശബരിമലയോ അതെന്ത് മല എന്ന് ചോദിച്ചിട്ട് ഇവർ പറയും അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ലായിരുന്നു എന്ന് പറയും.